റേഷൻ വിതരണം സ്തംഭിപ്പിച്ച LDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. സമരം KPCC അംഗം അഡ്വക്കേറ്റ് U മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുവാൻ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഗോഡൌണുകളിൽ നിന്നും യഥാസമയം റേഷൻ കടകളിൽ എത്തിക്കാതെ റേഷൻ വിതരണം സ്തംഭിപ്പിച്ച LDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സമരം KPCC അംഗം അഡ്വക്കേറ്റ് U മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യ രംഗത്ത് സ്വയം പര്യാപ്തത നേടിക്കൊടുക്കുവാൻ രാജ്യത്ത് കാർഷിക വിപ്ലവത്തിലൂടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഈ നിലയിലെത്തിച്ചത് ഇന്ദിരാഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതിശക്തമായ പ്രവർത്തനത്തിലൂടെയാണ്. 1969 ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് ഉയർത്തിയ ഗരീബി ഹഠാവോ മുദ്രാവാക്യവും ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കാർഷിക വിപ്ലവമാണ് ഇന്ത്യയിൽ ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിടിപ്പുകേട് കൊണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടും ഇന്ന് കേരളത്തിലെ പൊതുവിതരണ മേഖല മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന, ഗോഡൌണുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന കേരളത്തിലെ കരാറുകാർ ആ വർക്ക് വേണ്ട എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ കഴിഞ്ഞ മാസം കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായി. ഇന്നിപ്പോൾ റേഷൻ കട തുടർന്നാൽ സാധാരണക്കാരന് ലഭ്യമായിരുന്ന പഞ്ചസാരയില്ല, പയർവർഗ്ഗങ്ങളില്ല, ഗോതമ്പില്ല, മണ്ണെണ്ണയില്ല. ആകെ വിതരണം ചെയ്യുന്നത് കുറച്ച് അരി മാത്രമാണ്. ആ അരി പോലും കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നം മുട്ടിച്ച ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷനായി. നമ്മുടെ സാധാരണ ജനങ്ങൾക്കായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ സാധനങ്ങൾ ഒന്നും തന്നെ നൽകാതെ നമ്മുടെ പാവങ്ങളെ പട്ടിണിയിലാക്കുകയാണ്. റേഷൻ പഞ്ചസാര, റേഷൻ മണ്ണെണ്ണ അടക്കമുള്ള സാധനങ്ങൾ നേരത്തെ നമ്മുടെ ഗവൺമെൻറ്റുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും UDF ഭരിക്കുന്ന കാലത്ത് ഇതെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം പാവങ്ങൾക്ക് ഒരു സാധനം പോലും കിട്ടുന്നില്ല. പാവങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ട് KPCC ആഹ്വാനം ചെയ്തിരിക്കുന്ന റേഷൻ കട ഉപരോധത്തിൻ്റെ ഭാഗമായി ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ പ്രതിഷേധ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി M വിജയമോഹൻ, അൻസാരി കോയിക്കലേത്ത്, ഗീത ആനന്ദരാജൻ, രാകേഷ് പുത്തൻവീടൻ, ഹാഷിം സേട്ട്, ലുക്കുമാൻ, P ഷെരീഫ്, K ത്രിദീപ് കുമാർ, യൂസഫ് അറാഫത്ത്, O അബ്ദുൽ ഹമീദ്, S കബീർ, ബാബു പട്ടീരേത്ത്, യാസർ കാവേരി, തോമസ് പാണാലിൽ, PS സാബു, R അമ്പിളി, ബഷീർ പെരുങ്ങാല തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.